ഹായ്, ഗുഡ് മോർണിംഗ്. നമ്മളിന്ന് വന്നിരിക്കുന്നത് +1 ഹിസ്റ്ററിയിലെ ഓരോ ചാപ്റ്ററിലെയും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള ചില ടോപ്പിക്കുകൾ മാത്രം സംസാരിക്കാനാണ്. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ ചാപ്റ്റർ നോക്കാം. ഫ്രം ദ ബിഗിനിങ് ഓഫ് ടൈം, കാലത്തിൻ്റെ ആരംഭം മുതൽ. അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഹോമിനോയിഡുകളും ഹോമിനിഡുകളും തമ്മിലുള്ള വ്യത്യാസങ്ങൾ. നോക്കാം. ഹോമിനോയിഡുകൾ എന്ന് പറഞ്ഞാൽ പ്രിമേറ്റുകളിൽ നിന്ന് ഉത്ഭവിച്ച ഒരു വിഭാഗമാണ് ഹോമിനോയിഡുകൾ എന്ന് പറഞ്ഞാൽ. എന്നാൽ ഹോമിനോയിഡുകൾ എന്ന് പറഞ്ഞാൽ ഹോമിനോയിഡുകളിൽ നിന്നും ഉത്ഭവിച്ചതാണ്. ഓക്കെ, പ്രിമേറ്റുകളിൽ നിന്ന് ഉത്ഭവിച്ച വിഭാഗമാണ് ഹോമിനോയിഡുകൾ. ആ ഹോമിനോയിഡുകളിൽ നിന്ന് ഉത്ഭവിച്ച ഒരു വിഭാഗമാണ് ഹോമിനിഡുകൾ എന്ന് പറയുന്നത്. ദെൻ രണ്ടാമത് പറയുന്നത് ഹോമിനോയിഡുകൾക്ക് ചെറിയ തലച്ചോറായിരിക്കും, എന്നാൽ ഹോമിനിഡുകൾക്ക് വലിയ തലച്ചോറായിരിക്കും ഉണ്ടാവുക. അതുപോലെ നാൽക്കാലികളാണ് ഹോമിനോയിഡുകൾ എന്ന് പറഞ്ഞാൽ. ഹോമിനിഡുകൾ എന്ന് പറഞ്ഞാൽ ഇരുകാലികളായിരുന്നു. അതുപോലെ ഹോമിനോയിഡുകൾ നാൽക്കാലികളാണെന്ന് പറഞ്ഞല്ലോ അല്ലേ. അതുകൊണ്ട് തന്നെ അവർക്ക് നിവർന്നു നിൽക്കാൻ കഴിഞ്ഞിരുന്നില്ല. എന്നാൽ ഹോമിനിഡുകൾ ഇരുകാലികളാണ്, അതുകൊണ്ട് തന്നെ അവർക്ക് നിവർന്നു നിൽക്കാൻ കഴിയുമായിരുന്നു. ദെൻ അടുത്തൊരു വ്യത്യാസം പറയുന്നത് കൈകാലുകൾക്ക് വഴക്കമോ വൈദഗ്ധ്യമോ ഉണ്ടായിരുന്നില്ല ഹോമിനോയിഡുകൾക്ക്. എന്നാൽ ഹോമിനോയിഡുകളൊക്കെ ഒരിക്കൽ പറയുകയാണെങ്കിൽ കൈകാലുകൾക്ക് വഴക്കവും വൈദഗ്ധ്യവും ഉണ്ടായിരുന്നു. ഇതാണ് ഹോമിനോയിഡുകളും ഹോമിനിഡുകളും തമ്മിലുള്ള വ്യത്യാസമായിട്ട് പറയുന്നത്. ഓക്കെ, ഈ ചാപ്റ്ററിലെ മറ്റൊരു ടോപ്പിക്കാണ് ആസ്ട്രലോപിത്തോക്കസും ഹോമോയും തമ്മിലുള്ള വ്യത്യാസം. ആസ്ട്രലോപിത്തേക്കസും ഹോമോയും തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ആസ്ട്രലോപിത്തേക്കസ് ആൻഡ് ഹോമോ. ആസ്ട്രലോപിത്തേക്കസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ദക്ഷിണദേശത്തെ വാനരർ എന്നാണ്. എന്നാൽ ഹോമോ എന്ന് പറഞ്ഞാൽ അതിനർത്ഥം വരുന്നത് മനുഷ്യൻ എന്നാണ്. മറ്റൊരു വ്യത്യാസമാണ് 5.6 മില്യൺ വർഷങ്ങൾക്ക് മുമ്പാണ് ആസ്ട്രലോപിത്തേക്കസ് ഉണ്ടായിരുന്നത്. ഹോമോ എന്ന് പറയുന്നത് 2.5 മില്യൺ വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടായ ഒരു വിഭാഗമാണ്. ഓക്കെ, വ്യത്യാസം മനസ്സിലായില്ലേ. മറ്റൊരു വ്യത്യാസമാണ് ആസ്ട്രലോപിത്തേക്കസ് ചെറിയ തലച്ചോറായിരിക്കും, എന്നാൽ ഹോമോയ്ക്ക് വലിയ തലച്ചോറാണ് ഉള്ളത്. മറ്റൊന്ന് കട്ടിയുള്ള താടിയല്ലാണ് ആസ്ട്രലോപിത്തേക്കസിന്, എന്നാൽ ലോലമായ താടിയല്ല. ലോലമായ എന്ന് പറഞ്ഞാൽ വളരെ കട്ടിയില്ലാത്ത താടിയല്ലാണ് ഹോമോകൾക്ക് ഉള്ളത്. ദെൻ അടുത്തൊരു വ്യത്യാസം നീളം കൂടിയ പല്ലുകൾ. ഹോമോയുടെ കാര്യത്തിൽ വരികയാണെങ്കിൽ നീളം കുറഞ്ഞ പല്ലുകളായിരിക്കും. അതുപോലെ ആസ്ട്രലോപിത്തേക്കസ് എന്ന് പറയുന്നത് വനവാസികളാണ്, എന്നാൽ ഹോമോ എന്ന് പറയുന്നത് പുൽമേടുകളിൽ ജീവിക്കുന്ന ഒരു വിഭാഗമാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും വ്യത്യാസങ്ങളാണ് ആസ്ട്രലോപിത്തേക്കസും ഹോമോയും തമ്മിലുള്ള വ്യത്യാസമായിട്ട് പറയുന്നത്. ഓക്കെ, ഇനി ഈ ചാപ്റ്ററിലെ മറ്റൊരു ടോപ്പിക്കാണ് എങ്ങനെയാണ് ആദിമ മനുഷ്യർക്ക് ഭക്ഷണം ലഭിച്ചിരുന്നത്. പറയുന്നത് ആദിമ മനുഷ്യർ ഭക്ഷണം നേടുന്നതിന് പല മാർഗങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട്. എന്തൊക്കെ മാർഗങ്ങളാണ് സ്വീകരിച്ചിട്ടുള്ളത് നോക്കാം. ആദിമ മനുഷ്യർ ഭക്ഷണം നേടിയിരുന്നത് ശേഖരിച്ചും അതുപോലെ നായാടിയും മറ്റൊന്ന് ചത്ത ജന്തുക്കളുടെ മാംസമെടുത്തും അതുപോലെ മീൻ പിടിച്ചുമാണ് അവർ ഭക്ഷണം കണ്ടെത്തിയിരുന്നത്. മനസ്സിലായില്ല. അപ്പോൾ ശേഖരിക്കുക എന്ന് പറഞ്ഞാൽ വിത്തുകൾ, അണ്ടിപ്പരിപ്പുകൾ, അതുപോലെ കിഴങ്ങ് വർഗ്ഗങ്ങൾ, കായ്ക്കനികൾ, ഇതൊക്കെ ശേഖരിച്ചിട്ട് എന്ത് ചെയ്യും, അവർ ഭക്ഷണം കഴിക്കും. അതുപോലെ നായാടിയിട്ട് ജന്തുക്കളൊക്കെ നായാടിയിട്ട് കൊന്ന് ഭക്ഷണം കണ്ടെത്തും. മറ്റൊന്നാണ് സ്വമേധയാ സ്വാഭാവികമായി ചത്തുപോയ അല്ലെങ്കിൽ മറ്റു ജന്തുക്കൾ കൊന്നിട്ട് പോയ മൃഗങ്ങളുടെ മാംസങ്ങൾ ഭക്ഷിച്ചുകൊണ്ട് അങ്ങനെ എന്ത് ചെയ്യും, അവർ ഭക്ഷണം കണ്ടെത്തിയിരുന്നു. മറ്റൊന്നാണ് മീൻ പിടിച്ചിട്ട് മത്സ്യബന്ധനം, മീൻ പിടിച്ചുകൊണ്ട്. ഈ രീതിയിലൊക്കെയാണ് ആദിമ മനുഷ്യർ ഭക്ഷണം കഴിച്ചിരുന്നത്, അവർ ഭക്ഷണം കണ്ടെത്തിയിരുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും ടോപ്പിക്കുകളാണ്, 3 ടോപ്പിക്കുകളാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ ചർച്ച ചെയ്തത്. ഓക്കെ, ഇനി രണ്ടാമത്തെ ചാപ്റ്റർ റൈറ്റിംഗ് ആൻഡ് സിറ്റി ലൈഫ്, എഴുത്തുവിദ്യയും നഗര ജീവിതവും. ഈ ചാപ്റ്ററിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്
പുരാതന മെസപ്പൊട്ടേമിയയിലെ എഴുത്ത് സമ്പ്രദായത്തിൻ്റെ വികാസം വിശകലനം ചെയ്യുക. അപ്പോൾ പുരാതന മെസപ്പൊട്ടേമിയയിലെ എഴുത്ത് അതിൻ്റെ വികാസം ആണ് ചർച്ച ചെയ്യുന്നത്. പറയുന്നത് ആദ്യത്തെ മെസപ്പൊട്ടേമിയൻ ഫലകങ്ങളിൽ ചിത്രങ്ങളെപ്പോലെയുള്ള ചിഹ്നങ്ങളും അക്കങ്ങളുമാണ് ആദ്യം ഉണ്ടായിരുന്നത്, എഴുത്ത് രീതിയായിരുന്നില്ല. പിന്നെ എങ്ങനെയാണ് എഴുത്തുവിദ്യ ആരംഭിച്ചത്? സമൂഹത്തിന് ഇടപാടുകളുടെ രേഖകൾ സൂക്ഷിക്കേണ്ടി വന്നപ്പോഴാണ് എഴുത്തുവിദ്യ ആരംഭിച്ചത്. മെസപ്പൊട്ടേമിയൻ എഴുത്തുവിദ്യ ക്യൂനിഫോം ലിപി എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ലാറ്റിൻ വാക്കായ ക്യൂനസ് അതുപോലെ ഫോർമ എന്നീ പദങ്ങളിൽ നിന്നാണ് ക്യൂനിഫോം എന്ന് പറയുന്ന വാക്കുണ്ടാകുന്നത്. വൺ വേർഡൊക്കെ ആയിട്ട് ചോദിക്കാറുണ്ട്. അതുപോലെ രാജകീയ വിളംബരങ്ങളും ഭരണപരമായ രേഖകളും എഴുതി സൂക്ഷിക്കുന്നതിന് വേണ്ടിയാണ് എഴുത്തുവിദ്യ പ്രധാനമായും ഉപയോഗിച്ചിരുന്നത്. അതിനുശേഷം BCE 2600 അക്ഷരങ്ങൾ ക്യൂനിഫോമും ഭാഷ സുമേറിയനും ആയി തീർന്നു. ഇതാണ് പുരാതന മെസപ്പൊട്ടേമിയയിലെ എഴുത്തിനെ കുറിച്ചുള്ള ഒരു വിശകലനം എന്ന് പറയുന്നത്. വളരെ ചെറിയ രീതിയിലാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഇനി മറ്റൊരു ടോപ്പിക്കാണ് മെസപ്പൊട്ടേമിയയിലെ മാരി നഗരത്തിൻ്റെ പ്രധാന സവിശേഷതകൾ. മെസപ്പൊട്ടേമിയയിലെ ഒരു പ്രധാന നഗരമാണ് മാരി എന്ന് പറയുന്നത്. ആ മാരിയെക്കുറിച്ചുള്ള ചില സവിശേഷതകളാണ് പറയുന്നത്. മാരി എന്ന് പറയുന്നത് ഒരു രാജകീയ തലസ്ഥാന നഗരമായിരുന്നു. 2000 BCEക്കു ശേഷം മാരി വലിയ അഭിവൃദ്ധി പ്രാപിച്ചു. എങ്ങനെയാണ് അഭിവൃദ്ധി പ്രാപിക്കാനുള്ള കാരണം? മാരി എന്ന് പറയുന്നത് യൂഫ്രട്ടീസിൻ്റെ തീരത്താണ് ഈ മാരി എന്ന് പറയുന്ന നഗരം സ്ഥിതി ചെയ്യുന്നത്. കൃഷിയും മൃഗപരിപാലനവുമായിരുന്നു ഈ പ്രദേശത്തെ ജനങ്ങളുടെ മുഖ്യ തൊഴിലെന്ന് പറയുന്നത്. യൂഫ്രട്ടീസ് നദിയിലൂടെ ബോട്ടുകളിൽ കൊണ്ടുവരുന്ന മരത്തടി, ചെമ്പ്, എണ്ണ, വീഞ്ഞ് തുടങ്ങിയ സാധനങ്ങൾ അവിടെ കച്ചവടം ചെയ്യപ്പെട്ടിരുന്നു. വ്യാപാരത്താൽ പുരോഗതി പ്രാപിക്കുന്ന ഒരു നഗര കേന്ദ്രത്തിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് മാരി. അപ്പോൾ വ്യാപാരത്തിലൂടെയാണ് ഈ മാരി എന്ന് പറയുന്നത് കൂടുതൽ അഭിവൃദ്ധി പ്രാപിക്കുന്നത്. ഉരച്ചുമിനുക്കിയ കല്ലുകളും മരത്തടിയും വീഞ്ഞും എണ്ണവിഭവങ്ങളും വഹിച്ചു കൊണ്ടുവരുന്ന ബോട്ടുകൾ അവരുടെ യാത്രയ്ക്കിടയിൽ മാരിയിൽ നിർത്തിയിടും. നഗരത്തിലെ ഉദ്യോഗസ്ഥന്മാർ ബോട്ടിലെ ചരക്കുകൾ പരിശോധിച്ച് നികുതി ഈടാക്കും. സാധനങ്ങളുടെ മൂല്യത്തിൻ്റെ 10% നികുതിയായി ഈടാക്കിയിരുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് മെസപ്പൊട്ടേമിയയിലെ മാരി അഭിവൃദ്ധി പ്രാപിക്കുന്നത്. മറ്റൊന്ന് പറയുന്നത് മാരിയിൽ ഇടയന്മാരും കർഷകരും തമ്മിൽ സംഘർഷങ്ങൾ അല്ലെങ്കിൽ സംഘട്ടനങ്ങളൊക്കെ നിലനിന്നിട്ടുണ്ടായിരുന്നു. ഇതാണ് മെസപ്പൊട്ടേമിയയിലെ മാരി നഗരത്തിൻ്റെ ചില പ്രധാനപ്പെട്ട സവിശേഷതകളെന്ന് പറയുന്നത്. ഈ ചാപ്റ്ററിലെ മറ്റൊരു ടോപ്പിക്കാണ് മെസപ്പൊട്ടേമിയയിലെ ഭൂമിശാസ്ത്രപരമായ സവിശേഷതകൾ. നോക്കാം. മെസപ്പൊട്ടേമിയയിലെ ഭൂമിശാസ്ത്രപരമായ സവിശേഷതകൾ എന്ന് പറയുന്നത് വടക്ക് കിഴക്ക് ഉള്ളത് മലനിരകളും സമതലങ്ങളുമാണ്. BCE 7000-നും 6000-നും മധ്യയാണ് ഇവിടെ കൃഷി ആരംഭിച്ചത്. അപ്പോൾ കൃഷി ആരംഭിക്കാൻ പറ്റുന്ന ഒരു മേഖലയാണ് വടക്ക് കിഴക്കുള്ളത്. മലനിരകളും സമതലങ്ങളാണ്. എന്നാൽ ഇതിൻ്റെ വടക്ക് ഉള്ളത് പുൽമേടുകളാണ്. ഈ പ്രദേശം കാലിമേച്ചിലിന് അനുയോജ്യമാണ്. പുൽമേടുകളായതുകൊണ്ട് തന്നെ കാലികളെ വളർത്താനും അവരെ സംരക്ഷിക്കാനൊക്കെ പറ്റുന്ന ഒരു മേഖലയാണ് വടക്ക് ഉണ്ടായിരുന്നത്. ഇനി കിഴക്ക് നോക്കുകയാണെങ്കിൽ ടൈഗ്രീസിൻ്റെ പോഷക നദികളാണ് കിഴക്കുള്ളത്. ഇറാനിലെ മലനിരകളിലേക്ക് വിനിമയ മാർഗങ്ങൾ പ്രദാനം ചെയ്യുന്നത് ഇവിടെയാണ്. ഇനി തെക്ക് നോക്കുകയാണെങ്കിൽ മരുഭൂമിയാണ്. ഇവിടെയാണ് ആദ്യ നഗരങ്ങളും എഴുത്തുവിദ്യയും ആവിർഭവിച്ചത്. അപ്പോൾ ഇതാണ് മെസപ്പൊട്ടേമിയയിലെ ഭൂമിശാസ്ത്രപരമായ സവിശേഷതകൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് രണ്ടാമത്തെ ചാപ്റ്ററിൽ നമുക്ക് നോക്കാനുള്ളത്. ഇനി മൂന്നാമത്തെ ചാപ്റ്ററാണ്. ചാപ്റ്ററിൻ്റെ പേര് ആൻ എംപയർ അക്രോസ് 3 കോണ്ടിനെൻറ്റ്സ്. 3 ഭൂഖണ്ഡങ്ങളിലായി വ്യാപിച്ചു കിടക്കുന്ന ഒരു സാമ്രാജ്യം. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് റോമൻ സമൂഹത്തിൻ്റെ സവിശേഷതകൾ. നമുക്കൊന്ന് വിശദമായിട്ട് നോക്കാം. റോമൻ സമൂഹത്തിൽ അണുകുടുംബങ്ങളായാണ് ഉണ്ടായിരുന്നത്. പ്രായപൂർത്തിയായ മക്കൾ അവരുടെ മാതാപിതാക്കളോടൊപ്പമോ സഹോദരന്മാരോടൊപ്പമോ താമസിച്ചിരുന്നില്ല. സ്ത്രീകൾ. റോമൻ സമൂഹത്തിൽ സ്ത്രീകളുടെ സവിശേഷതകൾ നോക്കാം. റോമൻ സമൂഹത്തിലെ സ്ത്രീകളെക്കുറിച്ച് നോക്കാം. റോമൻ സമൂഹം ഒരു പുരുഷാധിപത്യ സമൂഹമായിരുന്നു. സ്ത്രീകൾ ഭർത്താക്കന്മാരുടെ നിയന്ത്രണത്തിലും ആധിപത്യത്തിലായിരുന്നു കഴിഞ്ഞിരുന്നത്. എന്നാൽ റോമൻ വനിതകൾക്ക് സ്വത്ത് കൈവശം വെക്കാനും
അതുപോലെ കൈകാര്യം ചെയ്യാനുള്ള നിയമാവകാശമുണ്ടായിരുന്നു. അതുപോലെ സ്ത്രീകൾക്ക് അവർക്ക് ലഭിച്ച കുടുംബസ്വത്ത് ഭർത്താക്കന്മാർക്ക് കൈമാറിയിരുന്നില്ല. അതുപോലെ വിവാഹമോചനം താരതമ്യേന എളുപ്പമായിരുന്നു. ഇതൊക്കെയാണ് റോമൻ സമൂഹത്തിലെ സ്ത്രീകളെക്കുറിച്ച് പറയുന്നത്. ഇനി റോമൻ സമൂഹത്തിലെ സാക്ഷരത. റോമൻ സമൂഹത്തിലെ പ്രാഥമിക സാക്ഷരതാ നിരക്ക് വിവിധ ഭാഗങ്ങളിൽ വ്യത്യസ്തമായിരുന്നു. എന്നാൽ അതേസമയം ഈജിപ്തിൽ സാക്ഷരത കുറവായിരുന്നു. അപ്പോൾ അവിടെ കരാറുകൾ പോലുള്ള ഔപചാരിക പ്രമാണങ്ങളിൽ ഭൂരിഭാഗവും എഴുതിയിരുന്നത് പ്രൊഫഷണൽ എഴുത്തുകാരാണ്. എന്നാൽ പടയാളികൾ, സൈനിക ഉദ്യോഗസ്ഥന്മാർ, എസ്റ്റേറ്റ് മാനേജർമാർ തുടങ്ങിയ ചില വിഭാഗങ്ങൾക്കിടയിൽ സാക്ഷരത വ്യാപകമായിട്ട് നിലനിന്നിരുന്നു. ഇതാണ് സാക്ഷരതയെക്കുറിച്ച് പറയുന്നത്. ഇനി റോമൻ സമൂഹത്തിലെ സംസ്കാരം നോക്കാം. റോമ സാമ്രാജ്യത്തിനകത്ത് വലിയ സാംസ്കാരിക വ്യത്യാസങ്ങൾ നിലനിന്നിരുന്നു. ജനങ്ങളുടെ വ്യത്യസ്തമായ മതവിശ്വാസങ്ങൾ, അവരുടെ പ്രാദേശിക ആരാധനാ മൂർത്തികൾ, അവർ സംസാരിച്ച വിവിധതരം ഭാഷകൾ, അവരുടെ ഭക്ഷണം, അവരുടെ സാമൂഹ്യ സംഘടനാ രൂപങ്ങൾ, അതുപോലെ അവരുടെ ആവാസ മാതൃകകൾ എന്നിവയിലെല്ലാം ഈ സാംസ്കാരിക വൈവിധ്യം കാണാൻ കഴിയുമായിരുന്നു. സാമ്രാജ്യത്തിനകത്ത് വ്യത്യസ്ത ഭാഷകൾ അവർ ഉപയോഗിച്ചിരുന്നു, സംസാരിക്കപ്പെട്ടിരുന്നു. സമീപപൂർവ്വകാലത്തെ പ്രധാന ഭാഷാ വിഭാഗം എന്ന് പറയുന്നത് അരാമൈക് ആയിരുന്നു. അതുപോലെ കോപ്റ്റിക് ഈജിപ്തിൽ സംസാരിക്കപ്പെട്ട ഭാഷയാണ് കോപ്റ്റിക്. അതുപോലെ ഉത്തരാഫ്രിക്കയിൽ സംസാരിക്കപ്പെട്ട ഭാഷയാണ് പ്യൂണിക് ബെർബർ എന്ന് പറയുന്നത്. അതുപോലെ സ്പെയിനിൽ സെൽറ്റിക് ഭാഷ സംസാരിക്കപ്പെട്ടു. ഇതൊക്കെയാണ് സംസ്കാരത്തെക്കുറിച്ച് പറയാനുള്ളത്. ഇനി റോമൻ സമൂഹത്തിലെ സാമൂഹ്യ ശ്രേണികളെക്കുറിച്ച് നോക്കാം. റോമൻ സാമ്രാജ്യത്തിൽ വ്യത്യസ്തമായ അനേകം സാമൂഹ്യ വിഭാഗങ്ങൾ നിലനിന്നിരുന്നു. പ്രധാനമായും സാമൂഹ്യ വിഭാഗങ്ങൾ 5 തരംതിരിക്കുന്നത്. ഒന്ന്, സെനറ്റന്മാർ. ആരാണ് സെനറ്റന്മാർ എന്ന് പറഞ്ഞാൽ? സെനറ്റന്മാരെന്ന് പറഞ്ഞാൽ സമൂഹത്തിലെ ഏറ്റവും ശക്തവും സമ്പന്നവുമായ ഒരു വിഭാഗത്തിനെയാണ് സെനറ്റന്മാർ എന്ന് വിളിക്കുന്നത്. അത് സെനറ്റർമാരായിരിക്കും അവിടെ ഭൂവുടമകളായിട്ട് ഉണ്ടായിരുന്നത്. ഇതാണ് ഒന്നാമത്തെ വിഭാഗം. രണ്ടാമത്തെ വിഭാഗം എന്ന് പറയുന്നത് നൈറ്റുകളാണ്, അഥവാ അശ്വാരൂഢന്മാരെന്നും ഇവരെ പറയാറുണ്ട്. സമൂഹത്തിലെ രണ്ടാമത്തെ ശക്തവും സമ്പന്നവുമായ വർഗമാണ് നൈറ്റുകൾ എന്ന് പറയുന്നത്. അതുപോലെ ഈ നൈറ്റുകളിൽ ഒന്നുണ്ടാവാറുണ്ട്, ഭൂവുടമകൾ ഉണ്ടാവാറുണ്ട്. മൂന്നാമത്തെ ഒരു വിഭാഗമാണ് മധ്യവർഗം. ബ്യൂറോക്രസി, സൈന്യം എന്നിവയിലെ ഉദ്യോഗസ്ഥന്മാർ, സമ്പന്ന വ്യാപാരികൾ, കർഷകർ എന്നിവരാണ് മധ്യവർഗത്തിൽ ഉൾപ്പെട്ടിരുന്നത്. നാലാമത്തെ വിഭാഗമാണ് കീഴാളവർഗം എന്ന് പറയുന്നത്. ഹ്യൂമിലിയോറസ് എന്നറിയപ്പെടുന്ന കീഴാളവർഗത്തിൻ്റെ സ്ഥാനം എന്ന് പറയുന്നത് മധ്യവർഗത്തിന് കീഴെയായിരുന്നു. ഗ്രാമങ്ങളിലെ പണിക്കാർ, വ്യവസായങ്ങളിലെയും ഖനികളിലെയും തൊഴിലാളികൾ, കൈവാലക്കാർ തുടങ്ങിയവരാണ് കീഴാളവർഗത്തിൽ ഉണ്ടായിരുന്നത്. അഞ്ചാമത്തെ ഒരു വിഭാഗമാണ് അടിമകൾ എന്ന് പറയുന്നത്. സമൂഹത്തിൻ്റെ ഏറ്റവും താഴെത്തട്ടിലുള്ള വിഭാഗമാണ് അടിമകൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് റോമൻ സമൂഹത്തിൻ്റെ സവിശേഷതകളായിട്ട് നമുക്ക് പറയാനുള്ളത്. ഇനി ഈ ചാപ്റ്ററിലെ മറ്റൊരു ടോപ്പിക്കാണ് റോമൻ സാമ്രാജ്യവും ഇറാനിയൻ സാമ്രാജ്യവും തമ്മിലുള്ള വ്യത്യാസം. ഓരോന്നായിട്ട് നോക്കാം. റോമൻ സാമ്രാജ്യവും ഇറാനിയൻ സാമ്രാജ്യവും തമ്മിൽ ചില വ്യത്യാസങ്ങളുണ്ടായിരുന്നു. ഒന്നാമത്തെ വ്യത്യാസം എന്ന് പറയുന്നത് ഇറാനിലുള്ളതിനേക്കാൾ കൂടുതൽ സാംസ്കാരിക വൈവിധ്യം റോമൻ സാമ്രാജ്യത്തിലുണ്ടായിരുന്നു. ഇതാണ് ഒന്നാമത്തെ വ്യത്യാസം എന്ന് പറയുന്നത്. മറ്റൊന്ന്, ഇറാനിലെ ജനങ്ങളിൽ ഭൂരിഭാഗവും ഇറാനിയൻ വർഗത്തിൽപ്പെട്ടവരായിരുന്നു. എന്നാൽ റോമാൻ സാമ്രാജ്യത്തിൽ അനേകം പ്രദേശങ്ങളും സംസ്കാരങ്ങളും ഇടകലർന്നാണ് ഉണ്ടായിരുന്നത്. ഇതാണ് രണ്ടാമത്തെ വ്യത്യാസം എന്ന് പറയുന്നത്. മറ്റൊന്ന്, ഇറാനേക്കാൾ മികച്ച ഭാഷാ വൈവിധ്യം റോമൻ സാമ്രാജ്യത്തിലുണ്ടായിരുന്നു. ഇറാനിയന്മാർ അരാമൈക് ഭാഷയാണ് ഉപയോഗിച്ചിരുന്നത്. എന്നാൽ റോമൻ സാമ്രാജ്യത്തിൽ ധാരാളം ഭാഷകൾ ഉപയോഗിച്ചിരുന്നു. മറ്റൊരു വ്യത്യാസമാണ് ഇറാനിൽ നിന്ന് വ്യത്യസ്തമായി റോമൻ സാമ്രാജ്യത്തിൽ ജീവിച്ചിരുന്ന എല്ലാവരും ദേശഭാഷ വ്യത്യാസമില്ലാതെ ഒരു ഏകഭരണാധികാരിയുടെ, അതായത് ഒരു ചക്രവർത്തിയുടെ കീഴിൽ പ്രജകളായിരുന്നു എന്നുള്ളതാണ് മറ്റൊരു വ്യത്യാസം. അപ്പോൾ ഇതാണ് റോമൻ സാമ്രാജ്യവും ഇറാനിയൻ സാമ്രാജ്യവും തമ്മിലുള്ള വ്യത്യാസങ്ങളായിട്ട് പറയുന്നത്. ഓക്കെ, ഇനി ഈ ചാപ്റ്ററിൽ തന്നെ മറ്റൊരു ടോപ്പിക്കാണ് 3-ാം നൂറ്റാണ്ടിൻ്റെ പ്രതിസന്ധി.
റോമൻ സാമ്രാജ്യത്തിൻ്റെ അടിത്തറയ്ക്കെതിരായ വെല്ലുവിളി ഉയർത്തിയത് എങ്ങനെ? ഇമ്പോർട്ടൻ്റ് ആയുള്ള ഒരു ടോപ്പിക്കാണ്. 3-ാം നൂറ്റാണ്ടിലെ പ്രതിസന്ധി റോമൻ സാമ്രാജ്യത്തിന് വെല്ലുവിളി ഉയർത്തിയത് എങ്ങനെയാണ് നോക്കാം. 1-2 നൂറ്റാണ്ടുകൾ റോമാ സാമ്രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം സമാധാനത്തിൻ്റെയും പുരോഗതിയുടെയും സാമ്പത്തിക വികസനത്തിൻ്റെയും കാലഘട്ടമായിരുന്നു. എന്നാൽ 1-2 കഴിഞ്ഞ് 3-ാം നൂറ്റാണ്ടായപ്പോഴേക്കും റോമൻ സാമ്രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ഈ 3-ാം നൂറ്റാണ്ടെന്ന് പറയുന്നത് ഒരു പ്രതിസന്ധിയുടെ കാലഘട്ടമായിരുന്നു. എന്താണ് ഈ പ്രതിസന്ധിയുടെ കാലഘട്ടത്തിന് കാരണം? വിദേശ ആക്രമണങ്ങളായിരുന്നു ഈ വലിയ പ്രതിസന്ധി ഘട്ടത്തിന് കാരണം എന്ന് പറയുന്നത്. CE 225 സസാനിയൻ രാജവംശം ഇറാനിൽ അധികാരത്തിൽ വന്നത് റോമാ സാമ്രാജ്യത്തിന് വൻ ഭീഷണി ഉയർത്തി. യൂഫ്രട്ടീസിനെ ലക്ഷ്യമാക്കി ഇറാനിയൻ സൈന്യം അതിവേഗം മുന്നേറിയപ്പോൾ റോമാ സാമ്രാജ്യം വൻ പ്രതിസന്ധി നേരിട്ടു. ഇറാനിലെ ഭരണാധികാരിയായിരുന്ന ഷഫൂർ ഒന്നാമൻ അദ്ദേഹത്തിൻ്റെ വിഖ്യാതമായ ഒരു ശിലാശാസനത്തിൽ 60,000 വരുന്ന റോമൻ സൈന്യത്തെ നശിപ്പിച്ചതായും കിഴക്കൻ തലസ്ഥാനമായ ആൻറ്റിയോക്ക് പിടിച്ചെടുത്തതായും അവകാശപ്പെടുന്നുണ്ട്. അപ്പോൾ റോമൻ സാമ്രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ പ്രതിസന്ധി തന്നെയായിരുന്നു അത്. പിന്നെ പറയുന്നത് റോമൻ സാമ്രാജ്യം ബാർബേറിയന്മാരുടെ ആക്രമണങ്ങളും നേരിടുകയുണ്ടായി. മറ്റൊരു പ്രതിസന്ധിയാണ്. റോമാ സാമ്രാജ്യത്തിൻ്റെ വടക്ക് അതിർത്തിയിൽ താമസിച്ചിരുന്ന ഗോത്രവർഗ്ഗക്കാരായ ജനസമൂഹങ്ങളെ റോമക്കാർ അവജ്ഞാപൂർവ്വം, അതായത് വളരെ താഴ്ന്ന രീതിയിലായിട്ട് വിളിച്ചിരുന്നത് ബാർബേറിയന്മാർ എന്നാണ്. 47 വർഷത്തിനുള്ളിൽ അപ്പോൾ ഈ ബാർബേറിയന്മാരുടെ ആക്രമണങ്ങളും ആര് നേരിട്ടിട്ടുണ്ട്? റോമൻ സാമ്രാജ്യം നേരിട്ടിട്ടുണ്ട്. 47 വർഷത്തിനുള്ളിൽ 25 ചക്രവർത്തിമാർ മാറി സിംഹാസനത്തിലെത്തിയത് സാമ്രാജ്യത്തും ഇക്കാലത്ത് നേരിട്ട പ്രതിസന്ധിയുടെ വ്യക്തമായ ഒരു ലക്ഷണമാണ്. അപ്പോൾ ഇതാണ് 3-ാം നൂറ്റാണ്ടിലെ പ്രതിസന്ധി റോമൻ സാമ്രാജ്യത്തിന് വെല്ലുവിളിയായിരുന്നു എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് നോക്കാനുള്ളത്. ഇനി അടുത്ത ചാപ്റ്റർ 4-ാമത്തെ ചാപ്റ്ററാണ് ദ സെൻട്രൽ ഇസ്ലാമിക് ലാൻഡ്സ്, മധ്യ ഇസ്ലാമിക പ്രദേശങ്ങൾ. അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് വിജ്ഞാനം, സംസ്കാരം എന്നീ മേഖലകളിൽ മുസ്ലിങ്ങളുടെ മഹത്തായ സംഭാവനകൾ വിശദീകരിക്കുക. നോക്കാം. ഇസ്ലാം മതം ഉത്ഭവിച്ചത് അറേബ്യയിലാണ്. ഇസ്ലാം മതത്തിൻ്റെ പ്രവാചകനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം CE 610 അതുപോലെ 632 കാലഘട്ടത്തിലാണ് അറേബ്യയിൽ ഇസ്ലാമിൻ്റെ പ്രബോധനങ്ങൾ നടത്തിയത്. വിജ്ഞാനം, സംസ്കാരം എന്നീ മേഖലകളിൽ മുസ്ലിങ്ങൾ മഹത്തായ സംഭാവനകൾ നൽകിയിട്ടുണ്ട്. വിശദീകരിച്ച് പറയാം. 1. നിയമസമ്പ്രദായം. മുസ്ലിം പണ്ഡിതന്മാർ ഒരു നിയമസംഹിത തയ്യാറാക്കിയിട്ടുണ്ട്. ശരിയ എന്നാണ് ഈ നിയമത്തിന് വിളിക്കുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു നിയമസംഹിത തയ്യാറാക്കിയത്? മുസ്ലിങ്ങൾക്ക് ആചാരങ്ങളിലൂടെ ദൈവമായുള്ള ബന്ധവും സാമൂഹ്യ കാര്യങ്ങളിലൂടെ അവശേഷിക്കുന്ന മാനവരാശിയുമായുള്ള, അതായത് സാമൂഹ്യ ബന്ധങ്ങളുടെ മനുഷ്യനുമായുള്ള ബന്ധവും നിയന്ത്രിക്കുന്നതിനാണ് ഈ ഒരു നിയമസംഹിത തയ്യാറാക്കിയിട്ടുള്ളത്. നിയമസമ്പ്രദായത്തിൻ്റെ സ്രോതസ്സുകൾ, രീതികൾ എന്നിവ വ്യാഖ്യാനിക്കുന്നതിലുണ്ടായ അഭിപ്രായ വ്യത്യാസം നിയമത്തിൻ്റെ 4 ചിന്താ പദ്ധതികൾക്ക് രൂപം നൽകുന്നതിന് ഇടവരുത്തി. അതായത് നിയമസമ്പ്രദായത്തിൻ്റെ സ്രോതസ്സുകൾ, അപ്പം നിയമം സമ്പ്രദായത്തിൻ്റെ സ്രോതസ്സുകൾ അതുപോലെ രീതികൾ ഇതിൽ വ്യാഖ്യാനിക്കുന്നതിലുള്ള ചില അഭിപ്രായ വ്യത്യാസങ്ങൾ 4 ചിന്താ പദ്ധതികൾക്ക് രൂപം നൽകി. അതായത് 4 മദ്ഹബുകൾ എന്നാണ് പറയുന്നത്. ഒന്ന് മാലിക്കി, മറ്റൊന്ന് ഹനഫി, മറ്റൊന്ന് ഷാഫി, മറ്റൊന്ന് ഹംബലി. ഇവയാണ് ഈ 4 മദ്ഹബുകൾ അല്ലെങ്കിൽ 4 ചിന്താ പദ്ധതികൾ എന്ന് പറയുന്നത്, ചിന്താധാരകൾ എന്ന് പറയുന്നത്. സുന്നി സമൂഹത്തിലെ എല്ലാ നിയമ പ്രശ്നങ്ങൾക്കും ശരിയ മാർഗനിർദ്ദേശം നൽകിയിട്ടുണ്ട്. വിവാഹമോചനം, പൈതൃക സമ്പത്ത് എന്നിങ്ങനെ വ്യക്തിയുടെ പദവിയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾക്കെല്ലാം കൃത്യമായ ഉത്തരം നൽകിയിട്ടുണ്ട്. ശരിയ എന്ന് പറഞ്ഞാൽ ഈ നിയമ സംഹിത അതിൽ മാലിക്കി അവരുടെ കാഴ്ചപ്പാടിലായിരിക്കും, ഹനഫി എന്ന് പറയുന്നത് അവരുടെ കാഴ്ചപ്പാടിലായിരിക്കും, ഷാഫി എന്ന് പറയുന്നത് അവരുടെ കാഴ്ചപ്പാടിൽ, ഹംബലി അവരുടെ കാഴ്ചപ്പാടിൽ. ഏതായാലും ഇത് മുഴുവനും ഒരു മുസ്ലിം മതപണ്ഡിതന്മാരുണ്ടാക്കിയ നിയമസംഹിതയാണ്. ഇനി പറയുന്നത് സാഹിത്യത്തിൽ എന്ത് സംഭാവനയാണ് നൽകിയിട്ടുള്ളത്? ജ്യോതിശാസ്ത്രം, ഗണിതം, വൈദ്യശാസ്ത്രം എന്നിവയിലുള്ള ഇന്ത്യൻ കൃതികൾ ഇക്കാലത്ത് അറബി ഭാഷയിലേക്ക് വിവർത്തനം ചെയ്യപ്പെടുകയുണ്ടായിട്ടുണ്ട്. തത്വചിന്തകനായ ഇബ്നു സീന
രചിച്ച കാനോൺ ഓഫ് മെഡിസിൻ എന്ന വൈദ്യശാസ്ത്ര ഗ്രന്ഥത്തിൽ 760 തരം മരുന്നുകളെക്കുറിച്ചും പഥ്യാഹാരത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചും വിശദീകരിക്കുന്നുണ്ട്. ഏറ്റവും വലിയൊരു സംഭാവന തന്നെയാണത്. അതുപോലെ മധ്യകാല ഇസ്ലാമിക സമൂഹങ്ങൾ ഭാഷയുടെയും സാഹിത്യത്തിൻ്റെയും വളർച്ചയ്ക്ക് മഹത്തായ സംഭാവനകൾ നൽകിയിട്ടുണ്ട്. അബ്ബാസിയ കാലഘട്ടത്തിൽ കവികൾ അവരുടെ രക്ഷാധികാരികളുടെ നേട്ടങ്ങൾ പ്രകീർത്തിച്ചുകൊണ്ട് എഴുതിയ ഖണ്ഡകാവ്യങ്ങൾ വലിയ പ്രസക്തമാണ്, ഏറെ പ്രസിദ്ധമാണ്. ഓക്കെ, ഇതാണ് നമുക്ക് സാഹിത്യത്തെക്കുറിച്ച് പറയാനുള്ളത്. ഇനി മറ്റൊന്നാണ് വാസ്തുശില്പകല. അതിലുള്ള സംഭാവന എന്ന് പറയുന്നത് സ്പെയിൻ മുതൽ മധ്യേഷ്യ വരെ കാണപ്പെടുന്ന മതപരമായ കെട്ടിടങ്ങൾ, അതായത് മുസ്ലിം പള്ളികളൊക്കെ എല്ലാം ഒരേ മാതൃകയിലാണ് നിർമ്മിച്ചിട്ടുള്ളത്. മിനാരങ്ങൾ, അതുപോലെ അതിൻ്റെ നടുമുറ്റം, താഴികക്കുടങ്ങൾ, ഇവയൊക്കെയാണ് ഈ മാതൃകയുടെ പ്രധാന സവിശേഷതകൾ എന്ന് പറയുന്നത്. മുസ്ലിം പള്ളികൾക്ക് വ്യത്യസ്തമായ ഒരു വാസ്തുശില്പഘടന ഉണ്ടായിരുന്നു. ഓരോ പള്ളിയിലും തുറസ്സായ നടുമുറ്റം ഉണ്ടായിരുന്നു. അവിടെ ജലനിർഗമന മാർഗമോ അല്ലെങ്കിൽ കുളമോ ഒക്കെ ഉണ്ടായിരുന്നു. അതുപോലെ ഹാളിനോട് ചേർന്നൊരു മിനാരമുണ്ട്. വിശ്വാസികളെ നിശ്ചിത സമയങ്ങളിൽ പ്രാർത്ഥനയ്ക്ക് വിളിക്കുന്നത് ഈ ഗോപുരം ഉപയോഗിച്ചിരുന്നു. ഓരോ നിശ്ചിത സമയമാകുമ്പോൾ, ഓരോ നിസ്കാരത്തിൻ്റെ പ്രാർത്ഥനയുടെ സമയമാകുമ്പോൾ അതിലൂടെയാണ് അറിയിച്ചിരുന്നത്. ഇനി പറയുന്നത് സൂഫിസം എന്ന് പറയുന്നത് മധ്യകാലത്ത് ഇസ്ലാം മതത്തിലുണ്ടായ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവ വികാസമാണ് സൂഫിസം എന്ന് പറയുന്നത്. വിശുദ്ധ ഖുർആനിൽ നിന്നും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ട് ആരംഭിച്ച ഒരു പരിഷ്കരണ പ്രസ്ഥാനമാണ് സൂഫിസം എന്ന് പറയുന്നത്. സന്യാസ ജീവിതം, ആത്മീയവാദം എന്നിവയിലൂടെ ദൈവത്തെ ആഴത്തിൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് സൂഫികളായിട്ടുള്ള ആളുകളൊക്കെ ശ്രമിച്ചിരുന്നത്. ആനന്ദമൂർച്ച ലഭിക്കുന്നതിനും സ്നേഹത്തിൻ്റെയും വികാരത്തിൻ്റെയും ഭാവങ്ങൾ ഉണർത്തുന്നതിനും സൂഫികൾ സംഗീതാത്മകമായ ഏകതാളങ്ങളൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ സംഗീതത്തിലൂടെ ദൈവത്തിലേക്ക് എത്താം എന്നുള്ള ഒരു വാദഗതിയാണ് സൂഫികൾക്കൊക്കെ ഉണ്ടായിരുന്നത്. ഓക്കെ, സൂഫിസം എന്ന് പറയുന്നത് മതം, പദവി, ലിംഗഭേദമന്യേ എല്ലാവർക്കും സ്വീകരിക്കാൻ പറ്റുന്ന ഒരു മേഖലയായിരുന്നു സൂഫിസം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് ഒന്നാമത്തെ ടോപ്പിക്ക്, വിജ്ഞാന സംസ്കാര വിനിമയങ്ങളിൽ മുസ്ലിങ്ങളുടെ മഹത്തായ സംഭാവനകൾ. ഇത് വളരെ വിശദീകരിച്ച് നമ്മൾ പറഞ്ഞിട്ടുണ്ട്, SR ടൈപ്പിലൊക്കെ ചോദിക്കാറുണ്ട്. ഈ ചാപ്റ്ററിലെ മറ്റൊരു ടോപ്പിക്കാണ് കുരിശുയുദ്ധങ്ങളുടെ ഫലങ്ങൾ. നോക്കാം. കുരിശുയുദ്ധത്തെ തുടർന്ന് മുസ്ലിം രാഷ്ട്രങ്ങൾക്ക് ക്രിസ്ത്യാനികളോടുള്ള സമീപനത്തിൽ മാറ്റം വന്നിട്ടുണ്ട്. അതുവരെ ക്രിസ്ത്യാനികളോട് പുലർത്തിയിരുന്ന ഒരു സഹിഷ്ണുതാ മനോഭാവം അവർ പാടെ ഉപേക്ഷിച്ചു. ഈ കുരിശുയുദ്ധങ്ങൾക്ക് ശേഷം മുസ്ലിം രാഷ്ട്രങ്ങൾ ക്രിസ്ത്യാനികളായ പൗരന്മാരോട് കർക്കശമായ മനോഭാവം സ്വീകരിക്കാൻ തുടങ്ങി. 10,000-ങ്ങൾക്ക് ജീവൻ നഷ്ടപ്പെട്ടു. കുരിശുയുദ്ധം പെപ്പസിക്ക് കനത്ത തിരിച്ചടി ഏൽപ്പിച്ചു. പെപ്പസിയുടെ അന്തസ്സും പദവിയും തകർന്നു. സഭ വലിയ സാമ്പത്തിക തകർച്ചയെ നേരിട്ടു. അതുപോലെ കുരിശുയുദ്ധം ഫ്യൂഡലിസത്തിൻ്റെ തകർച്ചയ്ക്ക് കാരണമായി. പാശ്ചാത്യരും പൗരസ്ത്യരും തമ്മിൽ കച്ചവട ബന്ധങ്ങൾ വികസിക്കുന്നതിന് കുരിശുയുദ്ധം കാരണമായിട്ടുണ്ട്. അതൊരു അനന്തരഫലമാണ്. കുരിശുയുദ്ധങ്ങളിലൂടെ പൗരസ്ത്യ സംസ്കാരങ്ങളെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാൻ യൂറോപ്യന്മാർക്ക് സാധിച്ചു. ഇതാണ് കുരിശുയുദ്ധങ്ങളുടെ അനന്തരഫലങ്ങൾ എന്ന് പറയുന്നത്. ഈ ചാപ്റ്ററിൽ തന്നെ മറ്റൊരു ടോപ്പിക്കാണ് അബ്ദുൽ മാലിക്കിൻ്റെ ഭരണപരിഷ്കാരങ്ങൾ. പറയുന്നത് അറബി ഭരണ ഭാഷയായി സ്വീകരിച്ചു. മറ്റൊന്ന് ജെറുസലേമിൽ ഡോം ഓഫ് ദി റോക്ക് പണികഴിപ്പിച്ചു. മറ്റൊന്ന് ഇസ്ലാമിക നാണയ വ്യവസ്ഥ നടപ്പിലാക്കി. ഇതാണ് അബ്ദുൽ മാലിക്കിൻ്റെ ഭരണപരിഷ്കാരങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ചാപ്റ്ററിൽ നോക്കാനുള്ളത്. ഇനി 5-ാമത്തെ ചാപ്റ്റർ, നൊമഡിക് എംപയേഴ്സ്, നാടോടി സാമ്രാജ്യങ്ങൾ. അതിൽ ഒരു ഭാഗമാണ് ചെങ്കിസ് ഖാൻ്റെ കൊറിയർ സംവിധാനം. ചെങ്കിസ് ഖാൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സംഭാവന എന്ന് പറയുന്നത് അദ്ദേഹം ആവിഷ്കരിച്ച കൊറിയർ സമ്പ്രദായമാണ്. ഇത് യാം എന്ന പേരിലാണ് ഈ കൊറിയർ സമ്പ്രദായം അറിയപ്പെടുന്നത്. ഓക്കെ, അദ്ദേഹത്തിൻ്റെ വിദൂര ദേശങ്ങളിലുള്ള ഭരണകേന്ദ്രങ്ങളൊക്കെ ഇത് കൂട്ടിയിണക്കി, ഈ ഒരു സംവിധാനം കൊണ്ട് കൂട്ടിയിണക്കിയിട്ടുണ്ട്. അതുപോലെ നിശ്ചിത അകലത്തിലുള്ള കാവൽപ്പുരകളിൽ അശ്വാരൂഢരെയും തദ്ദേശവാഹകരെയും നിയമിച്ചിരുന്നു. ഈ വിനിമയ സമ്പ്രദായം നിലനിർത്തുന്നതിന് വേണ്ടി നാടോടികളായ മംഗോളിയർ അവരുടെ മൃഗപറ്റത്തിലെ 10-1 കുതിരയെയും മറ്റു മൃഗങ്ങളെയൊക്കെ ഈ ഇതിനു വേണ്ടിയിട്ട് നൽകിയിരുന്നു. ഇതിന് കുബ്കർ
നികുതി എന്നാണ് വിളിച്ചിരുന്നത്. ഈ ഒരു തൻ്റെ മൃഗങ്ങളിൽ കൊടുക്കുന്നതിന് അതിനെയാണ് കുബ്കർ നികുതി എന്ന് വിളിച്ചിരുന്നത്. ഓക്കെ, ഇതാണ് ചെങ്കിസ് ഖാൻ്റെ കൊറിയർ സംവിധാനം എന്ന് പറയുന്നത്. ഇനി മറ്റൊരു ടോപ്പിക്കാണ് യാസ. ഇതും ചെങ്കിസ് ഖാൻ്റെ ഒരു നിയമസംഹിതയാണ്. ഓക്കെ, ചെങ്കിസ് ഖാൻ മികച്ച ഒരു നിയമസംഹിത ആവിഷ്കരിച്ചു. ഇതിനെ യാസ എന്നറിയപ്പെട്ടു. 1206 മുഖ്യന്മാരുടെ അസംബ്ലിയിൽ വെച്ചാണ് ചെങ്കിസ് ഖാൻ അദ്ദേഹത്തിൻ്റെ ഈ ഒരു നിയമസംഹിത പ്രഖ്യാപിച്ചത്. ഭരണപരമായ നിയന്ത്രണങ്ങൾ, നായാട്ട് സംഘാടനം, സൈന്യം, പോസ്റ്റൽ സമ്പ്രദായം എന്നിവ സംബന്ധിച്ച കൽപ്പനകളും ഉത്തരവുകളുമായിരുന്നു ഈ യാസ എന്ന് പറഞ്ഞ, അതായത് ഈ ഒരു നിയമ സംവിധാനത്തിൽ ഉണ്ടായിരുന്നത്. കുടിപ്പക, വ്യഭിചാരം, മോഷണം, കള്ളസാക്ഷി പറയൽ എന്നിവ അത് നിരോധിച്ചു. അതുപോലെ സ്ത്രീകളെ തട്ടിക്കൊണ്ടുപോകുന്നതും നിരോധിക്കപ്പെട്ടു. ഈ നിയമസംഹിത പ്രകൃതി സംരക്ഷണത്തിന് വലിയ പ്രാധാന്യം നൽകിയിരുന്നു. കാരണം നദികളിലും അരുവികളിലും കുളിക്കുന്നതും അവയെ മലിനമാക്കുന്നതൊക്കെ വിലക്കിയിട്ടുണ്ടായിരുന്നു. മംഗോളിയൻ ജനതയെ ഒന്നിപ്പിച്ച് നിർത്തുന്നതിലും അവരുടെ സാമ്രാജ്യം നിലനിർത്തുന്നതിലും ഈ ഒരു നിയമസംഹിത പങ്കുവഹിച്ചിട്ടുണ്ടായിരുന്നു. ഇതാണ് യാസയെക്കുറിച്ച് പറയുന്നത്. ഇനി മറ്റൊരു ടോപ്പിക്കാണ് ചെങ്കിസ് ഖാൻ്റെ സൈനിക സംഘടന. മംഗോളിയൻ ജനതയെ ഒന്നിപ്പിക്കുകയും അച്ചടക്കമുള്ള ശക്തമായൊരു സൈനിക ശക്തിയായി അദ്ദേഹം അവരെ പുനഃസംഘടിപ്പിക്കുകയും ചെയ്തു. നൂതനമായ യുദ്ധമുകൾ ആവിഷ്കരിച്ചും അതുപോലെ പുൽമേടുകളിലെ പോരാട്ട പാരമ്പര്യത്തിൽ ആവശ്യമായ മാറ്റങ്ങൾ വരുത്തിയുമാണ് അദ്ദേഹം സൈനിക തന്ത്രങ്ങളൊക്കെ ആവിഷ്കരിച്ചിരുന്നത്. മംഗോളിയരുടെയും ഗുർക്കികളുടെയും കുതിരയോട്ട വൈദഗ്ധ്യം അദ്ദേഹത്തിൻ്റെ സൈന്യത്തിന് വേഗതയും ചലനാത്മകതയും നൽകി. കുതിരപ്പുറത്തിരുന്ന് അതിവേഗം വെടിയുതിർക്കാൻ മംഗോളിയൻ സൈനികർക്ക് കഴിയുമായിരുന്നു. പുൽമേടിലെ കുതിരപ്പട അതിവേഗത്തിൽ സഞ്ചരിക്കാനും ഏതു കാലാവസ്ഥയെ നേരിടാനും സജ്ജമായിരുന്നു. കോട്ട പിടിച്ചെടുക്കാനുള്ള യന്ത്രങ്ങളും എണ്ണ കൊണ്ടുള്ള തീംബോംബുകളും എളുപ്പം ചുമന്നു കൊണ്ടുപോകത്ത മികവിൽ അദ്ദേഹത്തിൻ്റെ എഞ്ചിനീയർമാർ നിർമ്മിച്ചു നൽകിയിരുന്നു. അതുപയോഗിച്ച് എതിരാളികളെ നശിപ്പിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു എന്നുള്ളതാണ്. മംഗോളിയർക്കിടയിൽ ആരോഗ്യമുള്ള പ്രായപൂർത്തിയായ എല്ലാ പുരുഷന്മാരും ആയുധങ്ങൾ ധരിച്ചിരുന്നു. കാരണം ആവശ്യമുള്ള സന്ദർഭങ്ങളിൽ അവരാണ് സൈന്യമായിട്ട് പ്രവർത്തിക്കേണ്ടത്. മംഗോളിയൻ സൈന്യം താരതമ്യേന ചെറുതും ജാതീയവുമായിരുന്നു. ചെങ്കിസ് ഖാൻ തൻ്റെ സൈന്യത്തെ രൂപീകരിച്ചത് ദശാംശ സമ്പ്രദായത്തിലാണ്. അതായത് പടയാളികളുടെ ഗുണിതങ്ങളായി 10, 100, 1000, 10000 അങ്ങനെയാണ് അദ്ദേഹം തൻ്റെ സൈന്യത്തെ രൂപീകരിച്ചിരുന്നത്. ഓക്കെ, അപ്പോൾ ഇത്ര കാര്യങ്ങളാണ് ഈ ഒരു ചാപ്റ്ററിൽ നോക്കാനുള്ളത്. ഇനി 6ാമത്തെ ചാപ്റ്ററാണ് ദ 3 ഓർഡേഴ്സ്, 3 ക്രമങ്ങൾ. അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് മധ്യകാല യൂറോപ്യൻ സമൂഹത്തിലെ 3 ക്രമങ്ങൾ. പുരോഹിതവർഗം, പ്രഭുവർഗം, കർഷകർ എന്നിവരാണ് ഈ 3 ക്രമങ്ങൾ അഥവാ 3 സാമൂഹ്യ വർഗങ്ങൾ എന്ന് പറയുന്നത്. ഓരോന്നിനെയും വിശദീകരിച്ച് പറയാം. ഒന്നാമത്താണ് പുരോഹിതവർഗം. പുരോഹിതവർഗമാണ് 1ാമത്തെ ക്രമം അഥവാ സാമൂഹ്യ വിഭാഗം എന്ന് പറയുന്നത്. കത്തോലിക്ക സഭയ്ക്ക് സ്വന്തമായ നിയമങ്ങളും ഭരണാധികാരികൾ നൽകിയ സ്വന്തമായ ഭൂമിയും ഉണ്ടായിരുന്നു. നികുതി വിധിക്കാനുള്ള അവകാശവും ഈ സഭയ്ക്കുണ്ടായിരുന്നു. പാശ്ചാത്യ സഭയുടെ തലവൻ പോപ്പായിരുന്നു. പോപ്പ് താമസിച്ചിരുന്നത് റോമിലാണ്. യൂറോപ്പിലെ ക്രിസ്ത്യാനികളെ മുഴുവനും നയിച്ചിരുന്നത് ഈ 1ാമത്തെ സാമൂഹ്യ വിഭാഗത്തിൽപ്പെട്ട, അതായത് പുരോഹിത വർഗത്തിൽപ്പെട്ട ബിഷപ്പുമാരും മറ്റു പുരോഹിതന്മാരുമാണ്. എല്ലാവർക്കും പുരോഹിതന്മാരാകാൻ കഴിഞ്ഞിരുന്നില്ല. അടിയാളർ, വികലാംഗർ, സ്ത്രീകൾ ഇവർക്കൊന്നും എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, പുരോഹിതനാവാൻ കഴിയുമായിരുന്നില്ല. പുരോഹിതന്മാർക്ക് വിവാഹ ജീവിതം അനുവദിച്ചിരുന്നുമില്ല. യൂറോപ്പിലെ ഏറ്റവും സമ്പന്നമായ സ്ഥാപനമായിരുന്നു സഭ എന്ന് പറയുന്നത്. കാരണം അവർക്ക് ഒരുപാട് ഭൂമിയും എല്ലാ അധികാരങ്ങളും അവർക്കുണ്ടായിരുന്നല്ലോ. അതുകൊണ്ട് തന്നെ കർഷകരിൽ നിന്ന് അവരൊരു നികുതി പിടിച്ചെടുത്തിരുന്നു. ടൈത്ത് എന്ന ഒരു നികുതിയാണ് അവർ പിടിച്ചെടുത്തിരുന്നത്. സന്യാസിമാർ, ഈ പുരോഗതി വർഗത്തിൽപ്പെട്ട തന്നെ ഒരു വിഭാഗമാണ് സന്യാസിമാരെന്ന് പറയുന്നത്. ഈശ്വര സേവനത്തിനായി ജീവിതം സമർപ്പിച്ച ക്രിസ്ത്യാനികൾ പള്ളിയിൽ നിന്ന് വ്യത്യസ്തമായ ഒരു സംഘടനയ്ക്ക് രൂപം നൽകുകയുണ്ടായി. എന്താണ് ഈ സംഘടന കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ലളിത ജീവിതവും ഏകാന്തവാസത്തിനും ധ്യാനത്തിനും പ്രാധാന്യം നൽകിയ അവർ പുരോഹിത വർഗത്തിൽ പോലെ നഗരങ്ങളിലെയും ഗ്രാമങ്ങളിലെയും അവർക്കിടയിൽ താമസിച്ചിരുന്നില്ല.
ഒറ്റപ്പെട്ട ജീവിതം നയിക്കുകയും മതസമുദായങ്ങളായി താമസിക്കുകയും ചെയ്തു. ഈ ഒരു സന്യാസി മഠം, ഇതിനെയാണ് സന്യാസി മഠം അഥവാ ആശ്രമങ്ങളൊക്കെ എന്ന് വിളിക്കുന്നത്. നമ്മൾ കേട്ടിട്ടുണ്ടാവും. ഈ ആശ്രമങ്ങളിൽ അംഗങ്ങളെ സന്യാസിമാരെന്നാണ് വിളിച്ചത്. ഈ ആശ്രമങ്ങളിൽ താമസിക്കുന്ന ആളുകളെ, അംഗങ്ങളെ വിളിച്ചിരുന്നത് സന്യാസിമാരെന്നും ഈ സന്യാസിമാരുടെ തലവനെ വിളിച്ചിരുന്നത് ആബട്ട് എന്നുമാണ്. ഈ സന്യാസി മഠത്തിൻ്റെ ഉത്ഭവം എവിടെ നിന്നാണ്? ഈജിപ്തിലാണെന്നാണ് പറയപ്പെടുന്നത്, കരുതപ്പെടുന്നത്. അതുപോലെ ഇതിന് രൂപം നൽകിയത് ബേസിൽ പുണ്യാളനാണെന്നും പറയപ്പെടുന്നു. ഓക്കെ, 14-ാം നൂറ്റാണ്ടോടെ സന്യാസി മഠ പ്രസ്ഥാനം അപജയം നേരിടാൻ തുടങ്ങി. രണ്ടാമതൊരു വിഭാഗമാണ് പ്രഭുവർഗം എന്ന് പറയുന്നത്. ഓക്കെ, രണ്ടാമത്തെ ക്രമമായ പ്രഭുവർഗത്തിന് സാമൂഹ്യ പ്രക്രിയകളിൽ ഏറ്റവും പ്രധാന പങ്ക് വഹിക്കേണ്ടി വന്നു. ഫ്യൂഡൽ സമ്പ്രദായത്തിൽ രാജ്യത്തിലെ മുഴുവൻ ഭൂമിയുടെയും അധിപൻ രാജാവായിരുന്നു. രാജാവ് രാജ്യത്തിലെ ഭൂമി പ്രഭുക്കന്മാർക്ക് പതിച്ചു കൊടുത്തു. അങ്ങനെ പ്രഭുക്കന്മാരെന്ത് ചെയ്ത് വലിയ ഭൂവുടമകളായി തീർന്നു. രാജാവ് തൻ്റെ ആശ്രിതന് സംരക്ഷണം നൽകാമെന്നും ആശ്രിതനായ പ്രഭു രാജാവിനോട് കൂടെ പുലർത്താമെന്നും വാഗ്ദാനം ചെയ്തു. ഓക്കെ, അപ്പോൾ രാജാവ് തൻ്റെ ആശ്രിതനെന്ന് പറയുന്ന പ്രഭുവിനോട് സംരക്ഷണം നൽകാമെന്ന് കേട്ടിട്ടുണ്ട്. അല്ല, അതിനാണ് ഭൂമികളൊക്കെ കൊടുക്കുന്നത്. തിരിച്ച് പ്രഭു രാജാവിനോട് കൂലി പുലർത്താമെന്നും വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. ആ ഒരു അടിസ്ഥാനത്തിൽ ഈ പ്രഭുക്കന്മാരെന്ത് ചെയ്തു? തങ്ങളുടെ ഭൂമി, തങ്ങൾക്ക് രാജാക്കന്മാർ തന്ന ഭൂമി കൃഷിക്കാരന് നൽകി. അങ്ങനെ പ്രഭുക്കന്മാർ യജമാനനും കൃഷിക്കാർ ആശ്രിതനുമായി തീർന്നു. പ്രഭുക്കന്മാർക്ക് ധാരാളം വിശേഷാധികാര പദവികൾ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് സ്വന്തമായി സൈന്യം രൂപീകരിക്കാമായിരുന്നു. പ്രഭുവിന് സ്വന്തമായ കോടതികളുണ്ടായിരുന്നു. മാത്രമല്ല സ്വന്തമായി പണമടിച്ചെടുക്കാനുള്ള അധികാരം പോലും അദ്ദേഹത്തിനുണ്ടായിരുന്നു. പ്രഭുവിൻ്റെ വീടിനെ മാനർ എന്നാണ് വിളിച്ചിരുന്നത്. ഇനി മൂന്നാമത്തൊരു വിഭാഗമാണ് കർഷകർ. ജനസംഖ്യയിൽ ഭൂരിഭാഗവും വരുന്ന കർഷകരാണ് മൂന്നാമത്തെ ക്രമം എന്ന് പറയുന്നത്. കർഷകർ തന്നെ രണ്ട് തരത്തിലുണ്ട്. ഒന്ന് സ്വതന്ത്ര കർഷകർ, മറ്റൊന്ന് അസ്വതന്ത്ര കർഷകർ. സ്വതന്ത്ര കർഷകർ പ്രഭുവിൻ്റെ കുടിയാന്മാർ എന്ന നിലയിലാണ് ഭൂമി കൈവശം വെച്ചിരുന്നത്. അവർ വർഷത്തിൽ ചുരുങ്ങിയത് 40 ദിവസമെങ്കിലും പ്രഭുവിന് വേണ്ടി സൈനിക സേവനം അനുഷ്ഠിക്കണമായിരുന്നു. അതുപോലെ ആഴ്ചയിൽ ചില ദിവസങ്ങളിൽ എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു 3 ദിവസമെങ്കിലും അവർ പ്രഭുവിൻ്റെ എസ്റ്റേറ്റിൽ പോലും ചെയ്തിരിക്കണം. ഇതിന് പ്രതിഫലമൊന്നും എന്ത് ചെയ്യുന്നില്ല, അവർക്ക് കിട്ടിയിരുന്നില്ല. കർഷകരിൽ നിന്ന് രാജാവ് ഒരു പ്രത്യക്ഷ നികുതി ഈടാക്കിയിരുന്നു. അതിന് ടൈലി എന്നാണ് ഈ ഒരു നികുതിക്ക് അറിയപ്പെടുന്നത്. ഇനി രണ്ടാമത്തെ കർഷക വിഭാഗമാണ് അസ്വതന്ത്ര കർഷകർ എന്ന് പറയും. അതായത് അടിയാളന്മാർ എന്ന് പറയും. അടിയാളർക്ക് സ്വന്തമായി ഭൂമി ഉണ്ടായിരുന്നില്ല. പ്രഭുവിൻ്റെ ഭൂമിയിലാണ് അവർ കൃഷി ചെയ്തത്. ഉൽപ്പന്നങ്ങളിൽ ഭൂരിഭാഗവും പ്രഭുവിന് കൊടുക്കേണ്ടി വന്നു. അവർ കൃഷി ചെയ്തിരുന്ന ഉൽപ്പന്നങ്ങളും ഭൂരിഭാഗം ആർക്ക് തന്നെയാണ് പോവുക? പ്രഭുവിന് തന്നെയാണ് പോകേണ്ടി വരിക. അടിയാളന്മാരുടെ മേൽ പ്രഭുവിന് ചില കുത്തക അധികാരങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇതാണ് 3 ക്രമങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്ത ചാപ്റ്റർ കോൺഫ്രണ്ടേഷൻ ഓഫ് കൾച്ചേഴ്സ്, സംസ്കാരങ്ങളുടെ അഭിമുഖീകരണം. അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് ആസ്ടെക്കുകൾ. മെക്സിക്കോ കേന്ദ്രമായി നിലനിന്നിരുന്ന ഒരു സംസ്കാരമാണോ ആസ്ടെക് സംസ്കാരം എന്ന് പറയുന്നത്. 12-ാം നൂറ്റാണ്ടിൽ ആസ്ടെക്കുകൾ വടക്ക് നിന്ന് മെക്സിക്കോയിലെ മുഖ്യ താഴ്വരയിലേക്ക് കുടിയേറി പാർത്തു. അവിടെ പല ഗോത്രങ്ങളുണ്ടായിരുന്നു. ആ ഗോത്രങ്ങളെല്ലാം തോൽപ്പിച്ചുകൊണ്ട് ഈ ആസ്ടെക്കുകൾ വിപുലമായൊരു സാമ്രാജ്യം അവിടെ സ്ഥാപിച്ചു. ആസ്ടെക് സമൂഹം ശ്രേണീബദ്ധമായിരുന്നു. സമൂഹത്തിൽ അനേകം വർഗ്ഗങ്ങൾ നിലനിന്നിരുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വർഗ്ഗമാണ് പ്രഭുവർഗം എന്ന് പറയുന്നത്. പരമ്പരാഗതമായ പ്രഭുവർഗം ഒരു ചെറിയ ന്യൂനപക്ഷമായിരുന്നു. ഗവൺമെൻറ്, സൈന്യം, പൗരോഹിത്യം എന്നിവയിലെ ഉന്നതമായ പദവികളെല്ലാം വഹിച്ചിരുന്നത് ഈ പ്രഭുവർഗമായിരുന്നു. പ്രഭുക്കന്മാർ അവർക്കിടയിലെന്ന കേമനായ ഒരു നേതാവിനെ തിരഞ്ഞെടുക്കുകയും മരണം വരെ അയാൾ ഭരണം നടത്തുകയും ചെയ്തു. ഇങ്ങനെയാണ് അവരുടെ ഇടയിൽ നിലനിന്നിരുന്നത്. യോദ്ധാക്കൾ, പുരോഹിതർ, പ്രഭുക്കന്മാർ എന്നിവരാണ് സമൂഹത്തിൽ ഏറ്റവും ആദരിക്കപ്പെട്ടിരുന്ന വിഭാഗങ്ങൾ എന്ന് പറയുന്നത്. അതുപോലെ വ്യാപാരികൾക്കും ധാരാളം ആനുകൂല്യങ്ങളൊക്കെ നൽകിയിട്ടുണ്ടായിരുന്നു. അതുപോലെ ഈ ആസ്ടെക്കുകൾക്ക് ഭൂമി പരിമിതമായിരുന്നു. അതുകൊണ്ട് തന്നെ അവർ ആ പരിമിതമായ ഭൂമിയെ ഫലപുഷ്ടിപ്പെടുത്താൻ ശ്രമിച്ചു. വലിയ ഈറ്റപ്പായകൾ നെയ്തെടുത്ത് മണ്ണിട്ട് മൂടി സസ്യങ്ങൾ വെച്ച് പിടിപ്പിച്ച് അവർ കൃത്രിമമായ ദ്വീപുകൾ നിർമ്മിച്ചു.
1325 ആസ്ടെക്കുകൾ തടാകമധ്യത്തിൽ ടെനോക്ടിലാൻ എന്ന തലസ്ഥാന നഗരം പണികഴിപ്പിച്ചു. അവിടെ കൊട്ടാരങ്ങളും പിരമിഡുകളും നിർമ്മിച്ചു. ഭൂമിയുടെ ഉടമസ്ഥ വ്യക്തികൾക്കായിരുന്നില്ല, പകരം കുലങ്ങൾക്കായിരുന്നു ഉണ്ടായിരുന്നത്. ആസ്ടെക്കുകൾ വിദ്യാഭ്യാസത്തിന് വലിയ പ്രാധാന്യം നൽകിയിരുന്നു. പ്രഭുക്കന്മാരുടെ മക്കൾ പഠിച്ചിരുന്ന വിദ്യാലയത്തെ കൽക്ക് എന്നാണ് വിളിച്ചിരുന്നത്. മറ്റു വിദ്യാർത്ഥികളെല്ലാം പഠിച്ചിരുന്ന വിദ്യാലയങ്ങളെ വിളിച്ചിരുന്നത് ടെപ്പോക്കല്ലി എന്നാണ്. അതുപോലെ ആൺകുട്ടികൾക്ക് സൈനിക പരിശീലനം, കാർഷിക പരിശീലനം നൽകിയിരുന്നു. വീട്ടുജോലി ചെയ്യാനുള്ള പരിശീലനം പെൺകുട്ടികൾക്കും നൽകിയിരുന്നു. ഇതാണ് ആസ്ടെക്കുകൾ എന്ന് പറയുന്ന ടോപ്പിക്കിനെ കുറിച്ച് സംസാരിക്കാനുള്ളത്. ഇനി മറ്റൊരു ടോപ്പിക്കാണ് പെറുവിലെ ഇങ്കകൾ എന്ന് പറയുന്നത്. തെക്കേ അമേരിക്കയിലെ തദ്ദേശീയ സംസ്കാരങ്ങളിൽ ഏറ്റവും വലുതും പരിഷ്കൃതവുമാണ് പെറുവിലെ ഇങ്കകളുടെ സംസ്കാരം എന്ന് പറയുന്നത്. ഇങ്കകൾ കെച്ചുവ വിഭാഗത്തിൽപ്പെട്ടവരായിരുന്നു. അവരുടെ ഭാഷയും കെച്ചുവ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഇങ്ക എന്ന വാക്കിൻ്റെ അർത്ഥം രാജ്യം ഭരിക്കുന്ന ചക്രവർത്തി എന്നാണ്. ഓക്കെ, ഇങ്ക എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ തലസ്ഥാനം സുസ്കോ എന്നു പേരായ ഒരു നഗരമായിരുന്നു. ആരാണിത് സ്ഥാപിച്ചത്? ആദ്യത്തെ ഇൻക ചക്രവർത്തിയായ മാൻകോ കപ്പക് ആണ് ഇത് സ്ഥാപിക്കുന്നത്. ഇങ്ക സാമ്രാജ്യം കേന്ദ്രീകൃതമായിരുന്നു. അധികാരത്തിൻ്റെ ഉറവിടം എന്ന് പറയുന്നത് അത് രാജാവ് തന്നെയായിരുന്നു. ഒരു ദശലക്ഷത്തിലേറെ ജനങ്ങൾ ഇങ്ക സാമ്രാജ്യത്തിലുണ്ടായിരുന്നു എന്നാണ് കരുതപ്പെടുന്നത്. ഇക്വഡോർ മുതൽ ചിലി വരെ മലപ്രദേശങ്ങളിൽ കൂടി അവർ ധാരാളം റോഡുകൾ പണികഴിപ്പിച്ചു. അനേകം കോട്ടകളും ക്ഷേത്രങ്ങളും കൊട്ടാരങ്ങളും മാളികകളും തുടങ്ങിയൊക്കെ അവർ നിർമ്മിച്ചിരുന്നു. ഇങ്കകൾ വൻതോതിൽ കൃഷി ചെയ്തിരുന്നു. അതുപോലെ ഇങ്കകളുടെ നെയ്ത്തുവിദ്യയ്ക്കും മൺപാത്ര നിർമ്മാണത്തിനും ഉന്നത ഗുണമേന്മ ഉണ്ടായിരുന്നു. അതുപോലെ സ്വർണ്ണത്തിനോ വെള്ളിക്കോ അവർ വലിയ മൂല്യമൊന്നും കൽപ്പിച്ചിരുന്നില്ല. ഇതാണ് ചെറിയ രീതിയിൽ പെറുവിലെ ഇങ്കകളെക്കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് ഈ ഒരു ചാപ്റ്ററിൽ നോക്കാനുള്ളത്. ഇനി അടുത്ത ചാപ്റ്റർ, 9ാമത്തെ ചാപ്റ്റർ, ദ ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ, വ്യാവസായിക വിപ്ലവം. അതിൽ ഒന്നാമത്തെ ടോപ്പിക്കാണ് ബ്രിട്ടനിൽ വ്യാവസായിക വിപ്ലവത്തിന് തുടക്കത്തിലേക്ക് നയിച്ച ഘടകങ്ങൾ എന്തൊക്കെയാണ്. ലോകത്തിലെ ആദ്യ വ്യാവസായിക രാഷ്ട്രം എന്ന പദവിയിലേക്ക് ഉയരാൻ ബ്രിട്ടനെ സഹായിച്ച നിരവധി ഘടകങ്ങളുണ്ട്. ആ ഘടകങ്ങൾ എന്തൊക്കെയാണെന്ന് പറയുന്നത്: ഒന്നാമത്തത് രാഷ്ട്രീയ സുസ്ഥിരത, 2 പണത്തിൻ്റെ വ്യാപകമായ ഉപയോഗം, 3 കാർഷിക വിപ്ലവത്തിൻ്റെ സ്വാധീനം, 4 നഗരങ്ങൾ, വ്യാപാരം, ധനം, 5 ഇംഗ്ലണ്ടും ഫ്രാൻസും വെസ്റ്റ് ഇൻഡീസും ഉൾപ്പെടുന്ന ത്രികോണ വ്യാപാര ശൃംഖലയുടെ കേന്ദ്രമായി ലണ്ടൻ മാറി. അടുത്തത് ലണ്ടന് ലഭിച്ച ആഗോള പ്രാധാന്യം വ്യാവസായിക വിപ്ലവത്തിന് അനുകൂല സാഹചര്യം സൃഷ്ടിച്ചു. മറ്റൊന്ന് ജലഗതാഗതത്തിന് അനുയോജ്യമായ നദികൾ. അടുത്തത് ബാങ്കുകളുടെ വളർച്ച. അടുത്തത് ഗ്രാമങ്ങളിൽ നിന്ന് നഗരങ്ങളിലേക്കുള്ള ജനങ്ങളുടെ കുടിയേറ്റം. ഇതൊക്കെയാണ് ലോകത്തിലെ ആദ്യ വ്യാവസായിക രാഷ്ട്രം എന്ന പദവിയിലേക്ക് ഉയരാൻ ബ്രിട്ടനെ സഹായിച്ച ഘടകങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, മറ്റൊരു ടോപ്പിക്കാണ് വ്യാവസായിക വിപ്ലവത്തിൻ്റെ പ്രധാന മാറ്റങ്ങൾ. ഒന്നാമത്തെ മാറ്റം എന്ന് പറയുന്നത് കായിക വേലയിൽ നിന്ന് യന്ത്രവേലയിലേക്കുള്ള മാറ്റം. മറ്റൊന്ന് കായിക വ്യവസ്ഥയിൽ നിന്ന് ഫാക്ടറി വ്യവസ്ഥയിലേക്കുള്ള മാറ്റം. മറ്റൊന്ന് വൻതോതിലുള്ള യന്ത്രവൽക്കരണം. മറ്റൊന്ന് ജലം, നീരാവി, വൈദ്യുതി എന്നിവ ഊർജ്ജ സ്രോതസ്സുകളുടെ ഉപയോഗം. മറ്റൊന്ന് ഗതാഗത വാർത്താവിനിമയ രംഗത്തെ വിപ്ലവകരമായ മാറ്റങ്ങൾ. ഓക്കെ, ഇതേ ചാപ്റ്ററിൽ തന്നെ മറ്റൊരു ടോപ്പിക്കാണ് കൽക്കരി ഇരുമ്പ് നിർമ്മാണത്തിലുണ്ടായ കണ്ടുപിടുത്തങ്ങളും മാറ്റങ്ങളും. പറയുന്നത് ഡാർബി കുടുംബം ലോഹ സംസ്കരണ വിദ്യയിൽ ഒരു വിപ്ലവം തന്നെ കൊണ്ടുവന്നിട്ടുണ്ട്. 1709 ഇരുമ്പ് ഉരുക്കുന്നതിനാവശ്യമായ ഊഷ്മാവ് നിലനിർത്താൻ കഴിയുന്ന ബ്ലാസ്റ്റ് ഫർണസ് ആദ്യത്തെ എബ്രഹാം ഡാർബി വികസിപ്പിച്ചെടുത്തു. രണ്ടാമത്തെ ഡാർബി പച്ചിരുമ്പിൽ നിന്ന് വാർപ്പിരുമ്പ് വികസിപ്പിച്ചെടുത്തു. മൂന്നാമത്തെ ഡാർബി ലോകത്തിൽ ആദ്യത്തെ ഇരുമ്പ് പാലം നിർമ്മിച്ചു. ജോൺ വിൽക്കിൻസൺ വാർപ്പിരുമ്പ് ഉപയോഗിച്ച് ജലക്കുഴകൾ നിർമ്മിക്കാൻ തുടങ്ങി. ഇതൊക്കെയാണ്
കൽക്കരി ഇരുമ്പ് നിർമ്മാണത്തിലുണ്ടായ കണ്ടുപിടുത്തങ്ങൾ അല്ലെങ്കിൽ മാറ്റങ്ങളൊക്കെ എന്ന് പറയുന്നത്. ഓക്കെ, ഇത്തരം കാര്യങ്ങളാണ് ഈ ചാപ്റ്ററിൽ നോക്കാനുള്ളത്. ഇനി അടുത്ത ചാപ്റ്റർ 10ാമത്തെ ചാപ്റ്ററാണ് ഡിസ്പ്ലേസിങ് ഇൻഡിജിനസ് പീപ്പിൾ, തദ്ദേശീയ ജനതയുടെ സ്ഥാനഭ്രംശം. ഓക്കെ, അതിൽ ഒരു ടോപ്പിക്കാണ് സ്വർണ്ണപ്രവാഹം, ഗോൾഡ് റഷ്. 1840-കളിൽ USA-യിൽ കാലിഫോർണിയയിൽ സ്വർണ്ണ നിക്ഷേപത്തിൻ്റെ ലക്ഷണങ്ങൾ കണ്ടെത്തി. ഇത് സ്വർണം തേടിയുള്ള ജനപ്രവാഹത്തിന്, ഗോൾഡ് റഷിന് വഴിതെളിച്ചു. പെട്ടെന്ന് തന്നെ സമ്പന്നരാകണമെന്ന മോഹവും കയറി ആയിരക്കണക്കിന് യൂറോപ്യരാണ് അമേരിക്കയിലേക്ക് പ്രവഹിച്ചത്. വൻകരയിൽ ഉടനീളം റെയിൽപാതകൾ നിർമ്മിക്കപ്പെട്ടു. ആയിരക്കണക്കിന് ചൈനക്കാരായ തൊഴിലാളികളെ ഇതിനായി നിയോഗിച്ചു. 1870-ൽ USA-യിലും 1885-ൽ കാനഡയിലും റെയിൽവേ നിർമ്മാണം പൂർത്തിയായി. ഇതാണ് ഗോൾഡ് റഷ് അല്ലെങ്കിൽ സ്വർണ്ണപ്രവാഹം എന്ന് പറയുന്നത്. മറ്റൊരു ടോപ്പിക്കാണ് ഓസ്ട്രേലിയയിലെ തദ്ദേശീയവാസികൾക്കിടയിൽ മാറ്റത്തിൻ്റെ കാരണങ്ങൾ. നോക്കാം. 1968-ൽ WH സ്റ്റാനർ എന്ന നരവംശ ശാസ്ത്രജ്ഞൻ മഹത്തായ ഓസ്ട്രേലിയൻ നിശബ്ദത, ദ ഗ്രേറ്റ് ഓസ്ട്രേലിയൻ സൈലൻസ് എന്ന പേരിൽ നടത്തിയ ഒരു പ്രഭാഷണം ജനങ്ങളെ ആവേശഭരിതരാക്കി. എന്താണ് ആ പ്രഭാഷണത്തിലുണ്ടായിരുന്നത്? ആദിമ നിവാസികളുടെ കാര്യത്തിലുള്ള ചരിത്രകാരന്മാരുടെ നിശബ്ദതയെക്കുറിച്ചായിരുന്നു ഈ പ്രഭാഷണം നടത്തിയത്. അങ്ങനെ 1970-കൾ മുതൽ വടക്കേ അമേരിക്കയിൽ സംഭവിച്ചിരുന്നതുപോലെ ആദിമ നിവാസികളെ നരവംശാസ്ത്ര കൗതുകങ്ങൾ എന്ന നിലയിലുള്ള ആ ഒരു നോക്കിക്കാണുന്ന രീതി മാറി. ഇതോടുകൂടെ പിന്നെ എങ്ങനെയായിട്ട് മാറി? വ്യത്യസ്തമായ സംസ്കാരത്തോടു കൂടിയ ജനസമൂഹം, അല്ലെങ്കിൽ പ്രകൃതിയെയും കാലാവസ്ഥയെയും അറിയാൻ തനത് കഴിയുള്ളവർ, അല്ലെങ്കിൽ തുണിനെയ്ത്തിലും ചിത്രശില്പ കലകളിലും വിദഗ്ധർ എന്നിങ്ങനെയുള്ള രീതിയിലുള്ള രേഖപ്പെടുത്തുകയും മനസ്സിലാക്കപ്പെടുകയും ചെയ്യേണ്ടവർ എന്ന ഒരു രീതിയിലോട്ട് മാറുകയാണ് ഉണ്ടായത്. 1974 മുതൽ ബഹുസാംസ്കാരികത, മൾട്ടികൾച്ചറലിസം ഓസ്ട്രേലിയയിലെ ഒരു ഔദ്യോഗിക നയമായിട്ട് മാറി. ഈ നയമനുസരിച്ച് തദ്ദേശീയരുടെയും യൂറോപ്പിൽ നിന്നും ഏഷ്യയിൽ നിന്നുള്ള കുടിയേറ്റക്കാരുടെയും സംസ്കാരങ്ങൾക്ക് തുല്യമായ ആദരവ് നൽകപ്പെട്ടു. ഓസ്ട്രേലിയൻ ഗവൺമെൻറ് ഭൂമിയെ നിർവചിച്ചിരിക്കുന്നത് ടെറാനലിയസ്, അതായത് ആ ഭൂമി ആരുടേതുമല്ല എന്ന നിലയിലാണ്. മിശ്രരക്തത്തിൽപ്പെട്ട കുട്ടികളെ നിർബന്ധപൂർവ്വം അവരുടെ തദ്ദേശീയരായ ബന്ധുക്കളിൽ നിന്നും വേർപ്പെടുത്തിയിരുന്നതിൻ്റെ സുദീർഘവും വേദനാജനകവുമായ ഒരു ചരിത്രം കൂടി ഇവിടെ ഉണ്ടായിരുന്നു. ഇത്തരം പ്രശ്നങ്ങൾ മുൻനിർത്തി ഉയർന്നു വന്ന പ്രക്ഷോഭങ്ങളും അന്വേഷണങ്ങളും സുപ്രധാനമായ 2 തീരുമാനങ്ങൾക്കാണ് വഴിയൊരുക്കിയത്. എന്തൊക്കെയാണ് ആ തീരുമാനങ്ങൾ? ഒന്ന്, തദ്ദേശീയ ജനതയ്ക്ക് അവർ വിശുദ്ധമെന്ന് കരുതുന്ന മണ്ണിനോടുള്ള ചരിത്രപരമായ ബന്ധം ബഹുമാനിക്കപ്പെടേണ്ടതാണെന്ന് അംഗീകരിച്ചു. രണ്ടാമതായി, കഴിഞ്ഞകാല പ്രവൃത്തികൾ തിരിച്ചെടുക്കാൻ കഴിയാത്തതിനാൽ കുട്ടികളെ കറുത്തവരും വെളുത്തവരുമായി വേർതിരിച്ച അനീതിക്കെതിരെ പരസ്യമായി ഖേദം പ്രകടിപ്പിക്കാനും അല്ലെങ്കിൽ രേഖപ്പെടുത്താനും തീരുമാനിച്ചു. ഓക്കെ, ഇങ്ങനെ 2 തീരുമാനങ്ങളാണ് വന്നത്. അപ്പോൾ ഇതാണ് ഓസ്ട്രേലിയയിലെ തദ്ദേശീയവാസികൾക്കിടയിലുണ്ടായ മാറ്റത്തിൻ്റെ കാരണങ്ങളായിട്ട് പറയുന്നത്. ഇനി 11ാമത്തെ ചാപ്റ്റർ, ആധുനികതയിലേക്കുള്ള പാതകൾ. അതിൽ ഒരു ടോപ്പിക്കാണ് മൈജി പുനഃസ്ഥാപനത്തിൻ്റെ പ്രാധാന്യം. ബാഹ്യലോകത്തിൽ നിന്ന് ഏറെക്കുറെ ഒറ്റപ്പെട്ടാണ് ജപ്പാൻ കഴിഞ്ഞിരുന്നത്. പാശ്ചാത്യ രാജ്യങ്ങളുടെ കോളനിവൽക്കരണത്തിൽ നിന്ന് രക്ഷപ്പെട്ട ഏക രാജ്യവും ജപ്പാനായിരുന്നു. എങ്ങനെയാണ് ഈ മൈജി പുനഃസ്ഥാപനം? നോക്കാം. മാത്യപിറയുടെ ആഗമനം. 1853-ൽ കമാൻഡോർ മാത്യപിറയുടെ കീഴിൽ ശക്തമായൊരു നാവികസേനയെ USA ജപ്പാനിലേക്ക് അയച്ചു. വ്യാപാരത്തിന് അനുമതി ലഭ്യമാക്കുക, അതുപോലെ ജപ്പാനുമായി നയതന്ത്ര ബന്ധം സ്ഥാപിക്കുക എന്നിവയായിരുന്നു അമേരിക്കയുടെ ലക്ഷ്യങ്ങൾ. ജപ്പാന് നല്ലൊരു വിപണിയായിട്ട് US കണ്ടിരുന്നു. 2 തുറമുഖങ്ങൾ US കപ്പലുകൾക്ക് തുറന്നു കൊടുക്കാനും നിയന്ത്രിതമായ തോതിൽ വ്യാപാരം അനുവദിക്കാനും ഗവൺമെൻറ് നിർബന്ധിതമായി. മാത്യപിറയുടെ ആക്രമണം ജപ്പാൻ രാഷ്ട്രീയത്തിൽ വലിയ ചലനങ്ങളുണ്ടാക്കി. ഷോഗൺ ഭരണത്തിൻ്റെ അന്ത്യത്തിനും മൈജി പുനഃസ്ഥാപനത്തിനും ഇത് കാരണമായി. മൈജി പുനഃസ്ഥാപനം
1868 ഷോഗൺമാർക്കെതിരെ ജപ്പാനിൽ ഒരു തുറന്ന കലാപം തന്നെ ഉണ്ടായി. കലാപകാരികൾ ഷോഗോനെ ഫലം പ്രയോഗിച്ച് പുറത്താക്കുകയും ചക്രവർത്തിയെ ഏധോയിലേക്ക് കൊണ്ടുവരികയും ചെയ്തു. പദവി സ്വീകരിക്കുകയും രാജ്യത്തിൻ്റെ ഔദ്യോഗിക ഭരണാധികാരിയായി സ്ഥാനമേൽക്കുകയും ചെയ്തു. 1868 ഈ വിപ്ലവം മൈജി പുനഃസ്ഥാപനം എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. രാഷ്ട്രീയ പരിഷ്കാരങ്ങൾ. സമ്പന്നമായ രാഷ്ട്രം, ശക്തമായ സൈന്യം എന്ന മുദ്രാവാക്യത്തോടെ പുതിയ ഗവൺമെൻറ് ഒരു പുത്തൻ നയത്തിന് തുടക്കമിട്ടു. ജപ്പാനിലെ ഭരണ സമ്പ്രദായവും പുനഃസംഘടിപ്പിച്ചു. പുതിയ ഗവൺമെൻറ് ചക്രവർത്തി സമ്പ്രദായം എന്ന ഭരണ സംവിധാനം രൂപപ്പെടുത്താനായിട്ട് ശ്രമിച്ചു. ഇനി അവിടെ പുതിയ വിദ്യാഭ്യാസ സമ്പ്രദായം. പാശ്ചാത്യ രീതിയിൽ പുതിയ വിദ്യാഭ്യാസ സമ്പ്രദായം കൊണ്ടുവന്നു. ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും വിദ്യാഭ്യാസം നിർബന്ധമാക്കി. അങ്ങനെ ജപ്പാൻ ചരിത്രത്തിൽ ആദ്യമായി വനിതാ വിദ്യാഭ്യാസം അനുവദിക്കപ്പെട്ടു. പാശ്ചാത്യ മാതൃകതയിലുള്ള പാഠ്യപദ്ധതിയാണ് ജപ്പാൻ സ്വീകരിച്ചത്. എന്നാൽ 1870-കളിൽ ജപ്പാന്റെ ചരിത്രം പഠിക്കുന്നതിനും വിദ്യാർത്ഥികളിൽ രാജ്യത്തോട് ഇനി മറ്റൊരു ടോപ്പിക്കാണ് 1949 ചൈനീസ് വിപ്ലവം. റഷ്യൻ വിപ്ലവത്തെ തുടർന്ന് 1921 ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപീകരിച്ചത്. മാവോ സേതുങ് ആയിരുന്നു CCPയുടെ പ്രമുഖനായ നേതാവ് എന്ന് പറയുന്നത്. പാർട്ടിയുടെ വളർച്ചയിൽ മാവോ നിർണായക പങ്ക് വഹിച്ചിട്ടുണ്ട്. അദ്ദേഹം CCPയെ കരുത്തുറ്റൊരു രാഷ്ട്രീയ ശക്തിയാക്കി മാറ്റി. അദ്ദേഹം നിരവധി പരിഷ്കാരങ്ങൾ നടപ്പിലാക്കി. അങ്ങനെ 1934 കുമിന്താംഗയുടെ ആക്രമണങ്ങളിൽ നിന്ന് രക്ഷപ്പെടുന്നതിനായി മാവോയും കൂട്ടരും തങ്ങളുടെ ആസ്ഥാനം ഉപേക്ഷിച്ച് 6000 മൈൽ അകലെയുള്ള യനാൻ ലക്ഷ്യമാക്കി യാത്ര ആരംഭിച്ചു. ചൈനീസ് ചരിത്രത്തിലെ ഇതിഹാസമായി മാറിയ ഈ സംഭവം ലോങ് മാർച്ച് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. പുതിയ താവളത്തിൽ എത്തിച്ചേർന്ന കമ്മ്യൂണിസ്റ്റുകൾ അവരുടെ പരിപാടികൾ വികസിപ്പിക്കാനായിട്ട് ശ്രമിച്ചു. 1937 ജപ്പാൻ ചൈനയെ ആക്രമിച്ചപ്പോൾ കമ്മ്യൂണിസ്റ്റുകൾ കുമിന്താങ്ങുകളുമായി സഹകരിച്ച് യുദ്ധം ചെയ്തു. എന്നാൽ ഈ സൗഹൃദം തകരുകയും ആഭ്യന്തര യുദ്ധം പുനരാരംഭിക്കുകയും ചെയ്തു. 1949 ഒക്ടോബർ 1 മാവോ ചെയർമാനായുള്ള ചീന ജനകീയ റിപ്പബ്ലിക് സ്ഥാപിക്കപ്പെട്ടു. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ചാപ്റ്ററിൽ നോക്കാനുള്ളത്. അപ്പോൾ +1 ഹിസ്റ്ററിയിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചില ടോപ്പിക്കുകളാണ് ഇവിടെ സംസാരിച്ചത്.